കോൺഗ്രസ് നേതാവ് ടെലിഫോൺ ലൈനിൽ. സന്ദീപ് വാര്യർ, ഇവിടെ എൻ സുരേഷ് ബാബു പറയുന്നു ഷാഫി പറമ്പിൽ നല്ല സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ ബംഗളൂരുവിലേക്ക് ട്രിപ്പിന് വിളിക്കുന്ന ഒരു സ്വഭാവമുണ്ട് എന്ന്. എൻ സുരേഷ് ബാബുവിനെ പോലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വസ്തുതകളോ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണോ അതോ കാടടച്ചുള്ള വെടിയാണോ? അങ്ങനെ കാടടച്ചുള്ള വെടിയാണെങ്കിൽ എന്ത് നടപടിയിലേക്കായിരിക്കും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പ്രതികരണമായിരിക്കും ഇനി ഷാഫിയുടെയും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക? ഷാഫി പറമ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MP ആണ്. ഷാഫി പറമ്പിൽ കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ചെറുപ്പക്കാരുടെയും അതുപോലെ തന്നെ കേരളത്തിലെ CPM യുദ്ധ രാഷ്ട്രീയത്തിലെ കുന്തമനയായി പ്രവർത്തിക്കുന്ന ഒരു യുവ നേതാവാണ്. CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിനെ അവരുടെ ഏറ്റവും വലിയ കോർട്ടിനകത്ത് പോയി വലിയ ഭൂരിപക്ഷത്തോടെ പരാജയപ്പെടുത്തിയതിന്റെ ഒരു വല്ലാത്ത അസൂയ അതല്ലെങ്കിൽ അസഹിഷ്ണുത ഉണ്ടാവും. CPM നേതൃത്വത്തിന് ഷാഫി പറമ്പിലുമുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പൊ ഷാഫി പറമ്പിലിന്റെ ഇമേജ് ടാർണിഷ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി നടത്തുന്ന പരാമർശങ്ങളാണ്. തീർച്ചയായിട്ടും അത് സംബന്ധിച്ച് വലിയ പ്രതിഷേധാർഹമാണ്. ഇത്തരത്തിലൊന്നും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾ പ്രതികരിക്കേണ്ട രീതി ഇതൊന്നും അല്ലല്ലോ. അപ്പൊ ഇത് മനഃപൂർവ്വം ഒരാളെ കരിവാരി തേച്ച് കാണിക്കാൻ വേണ്ടി, ഷാഫി പറമ്പിലിനെ കരിവാരി തേച്ച് കാണിക്കാൻ വേണ്ടി നടത്തുന്ന വില കുറഞ്ഞ പ്രസ്താവനയാണ്. അതിനെ അതിന്റെ അർഹിക്കുന്ന അവഗണനയോടുകൂടി അതിനെ കളയുക എന്നത് മാത്രമേ എനിക്ക് തോന്നുന്നു പൊതുസമൂഹം ചെയ്യേണ്ടതുള്ളൂ. അല്ലെ, ഷൈൻ ടീച്ചർക്കെതിരെയുള്ള അപവാദ പ്രചരണത്തിനെതിരെ വലിയ തോതിൽ പരാതികൾ ഉയർന്ന് നടപടിയെടുത്ത് കേസെടുത്ത് അല്ലെങ്കിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ എൻ സുരേഷ് ബാബു ഈ രീതിയിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതേ ഗൗരവത്തോടു കൂടി, ഷൈൻ ടീച്ചർക്കെതിരെയുള്ള അതേ ഗൗരവത്തോടു കൂടി തന്നെ ഷാഫിയും കോൺഗ്രസും ഇതിനെ എടുക്കേണ്ടി വരില്ലേ? നോക്കൂ, അവിടെ ഒരു തരത്തിലുള്ള അപവാദ പ്രചരണത്തെയും അനുകൂലിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. മറുവശത്ത് അവിടെ ഈ നേരത്തെ താങ്കൾ സൂചിപ്പിച്ച CPM വനിതാ നേതാവിനെതിരെ നടന്ന അധിക്ഷേപം, അതല്ലെങ്കിൽ പറയുന്ന ഈ സോഷ്യൽ മീഡിയ അധിക്ഷേപത്തിന്റെ ഒക്കെ പുറകിൽ CPMകാർ തന്നെ ആയിരുന്നു എന്നുള്ള വ്യക്തമാണ്. അത് CPMന്റെ തന്നെ കേന്ദ്രങ്ങളിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെട്ടുള്ള കാര്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. അതെല്ലാം കോൺഗ്രസിന്റെ തലയിൽ കൊണ്ടുപോയി കെട്ടിവെക്കാൻ, UDFന്റെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി അവർ പരിശ്രമിച്ചു എന്നേ ഉള്ളൂ. എന്തായാലും ഷാഫി പറമ്പിലിനെ പോലെ ജനങ്ങളേറെ ഇഷ്ടപ്പെടുന്ന ഒരു ജനപ്രതിനിധിയെ, CPMന് വലിയ തലവേദന ഉണ്ടാക്കുന്ന ഒരാളെ ബുദ്ധിമുട്ടിക്കുക, പ്രയാസപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പൊ CPM നേതൃത്വം, അല്ലെങ്കിൽ അവരെ അപമാനിക്കുക എന്നുള്ളതാണ് CPM നേതൃത്വം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഷാഫി പറമ്പിലിനെ എങ്ങനെയെങ്കിലും അദ്ദേഹത്തിന്റെ ഇമേജ് ടാർണിഷ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ഒരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ അവർ പരാജയപ്പെടുക മാത്രമേ ചെയ്യൂ. ഇത്തരത്തിലുള്ള ഈ നിലവാരം കുറഞ്ഞ രാഷ്ട്രീയത്തിനൊന്നും, ഇത്തരത്തിൽ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ടും അവഹേളിച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള രാഷ്ട്രീയത്തിനൊന്നും ഇനി കേരള രാഷ്ട്രീയത്തിൽ പ്രസക്തിയില്ല എന്ന് CPM നേതൃത്വം മനസ്സിലാക്കണം. ശരി, നന്ദി ശ്രീ സന്ദീപ് വാര്യർ. എന്തായാലും ഷാഫിയുടെ പ്രതികരണമാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഷാഫി നിലവിൽ പാലക്കാട്ട് തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു.